ദീപസ്തംഭത്തിൽ വിളക്ക് തെളിഞ്ഞു. ദീപാരാധന സമയമാണ്. നല്ല തിരക്കാണ്. രാവിലത്തെ അതേപോലെയാണ്. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ തിരക്കുണ്ടാവാറില്ല. അവധി ദിവസം ആയതുകൊണ്ടെന്ന് തന്നെ ആയിരിക്കാം ഇത്രയധികം തിരക്ക്. രാവിലെ തന്നെ കൊടിമരം വഴിയായിരുന്നു പോയിരുന്നത്. ഇപ്പോൾ വീണ്ടും അതുപോലെ തന്നെ ആണ്. ഇപ്പോഴും വീണ്ടും തെക്കേ നട ഫുള്ളായി. തെക്കേ നടയിൽ തന്നെ 2, 3, 4 വരിയൊക്കെ ആയി തുടങ്ങിയെണ്ണമുണ്ട്. അത്രയും തിരക്ക്. കൊടിമരം വഴി തന്നെയാണ് ഇപ്പോൾ വീണ്ടും വിടുന്നത്. ഭക്തന്മാർ എന്തായാലും ആ ഒഴിവ് സമയം ഭഗവാനെ ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണ്. വളരെ സന്തോഷകരമായൊരു സമയമാണത്. ഭക്തന്മാർക്കും കുറച്ച് വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി ഒന്ന് കണ്ടു പോകാനുള്ള ഒരു സമയം കിട്ടുന്നുണ്ട്. കൊടിമരത്തിലൂടെ ആവുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ കാണാം. പക്ഷേ വലിയ നീളമുള്ള ആളുകളൊക്കെ മുന്നിൽ നടക്കുമ്പോഴാണ് ചെറിയ ആളുകൾക്കുള്ള ബുദ്ധിമുട്ട്. എന്തായാലും ഇന്നത്തെ ദീപാരാധന വേളയായിരുന്നു. ദീപാരാധന എന്തായാലും നിങ്ങൾക്ക് കാണാം. ഗുരുവായൂരപ്പൻ്റെ ദീപാരാധന കാണാം. ദീപസ്തംഭത്തിൽ വിളക്ക് തെളിയുന്നതും ആ ദീപാരാധന സമയമാണ്. അപ്പോൾ എല്ലാവരും ആ ദീപാരാധന കാണുക. ദീപാരാധന കണ്ടിട്ട് ഗുരുവായൂരപ്പൻ്റെ വിളക്ക് തെളിഞ്ഞത് കണ്ടിട്ട് പ്രാർത്ഥിച്ചോളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ ഗുരുവായൂരപ്പൻ. കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തുരക്ഷിക്കണം. ഇന്ന് പാൽപ്പായസം ഇന്നും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തായാലും ഇപ്പോൾ ഇന്നലെ ഇന്നും പാൽപ്പായസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഇന്നലെ തിരുവോണമായിട്ടായി. ഇന്നിപ്പോൾ തിരുവോണം കഴിഞ്ഞാൽ മവിട്ടായാലും കുറച്ചൊക്കെ അധികമില്ല. ഇന്നലത്തെ അത്ര ഇല്ലയെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ എന്നാലും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അതും ഒരു സന്തോഷമാണ്. ആ സന്തോഷം നല്ലതാണ്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ കൃപ ഉണ്ടാവട്ടെ.